കുറേ വെറൈറ്റി ബീഫ് ഫ്രൈകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ. സ്പെഷ്യൽ ബീഫ് ഫ്രൈ ഉണ്ടാക്കി, 3 ഇൻഗ്രീഡിയൻസ് വെച്ചുള്ള ബീഫ് ഫ്രൈ ഉണ്ടാക്കി. എന്നാൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വേറൊരു സ്റ്റൈൽ ബീഫ് ഫ്രൈ ആണ് കേട്ടോ. ഇതും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം, വായോ. ഇതാ 1 കിലോ ബീഫാണ് എടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത് എന്നാണെന്നറിയോ, ഒരു പാൻ അടുപ്പ് വെച്ചു. എണ്ണ ഒന്നും ഒഴിക്കരുത്. പാൻ ചൂടായി കഴിയുമ്പോൾ സ്റ്റൗ കത്തിച്ച് പാൻ ചൂടായി കഴിയുമ്പോൾ നമ്മൾ ചേർക്കുന്നത് എന്നാണെന്നറിയോ, ബീഫിന് ആവശ്യമുള്ള മുളക് പൊടി. ഇത് കാശ്മീരി മുളക് പൊടിയാണ്. ഒരു ചെറിയ സ്പൂണിന് 2.5 സ്പൂൺ എടുത്തു. ഇത് കുരുമുളകിലാണ്, കൂടുതലും നമ്മൾക്ക് കുരുമുളകാണ് വേണ്ടി കേട്ടോ. 1.5 സ്പൂൺ ഗരം മസാല, 2 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, കുരുമുളക് 2 സ്പൂൺ. ഈ ചെറിയ സ്പൂണിനാണ്. ഇനി നമ്മൾ ഇനിയും ചേർക്കും. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് റോസ്റ്റായി വരുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് പച്ചമുളക്, അതും കൂടെ ഇതിനകത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കുക. കുറച്ച് കറിവേപ്പില, നല്ലപോലെ ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. കരിഞ്ഞു പോകാതെ നോക്കണേ. റോസ്റ്റായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണേ. കുറച്ചും കൂടെ. ആദ്യം ഒഴിച്ച വെള്ളം ഒന്ന് വറ്റി, അതിന് ശേഷം വീണ്ടും നമ്മൾ വെള്ളം ഒഴിച്ചു. ഈ വെള്ളം വറ്റി കഴിയുമ്പം കുറച്ച് വെള്ളവും കൂടെ നമ്മൾ ഒഴിക്കും. എന്നിട്ട് ആ വെള്ളത്തെ വീണ്ടും വറ്റിക്കും. വറ്റി വന്നപ്പോൾ വീണ്ടും കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാവേ. ഈ ബീഫിന് ആവശ്യമുള്ള ഉപ്പിട്ടാൽ മതി. ഇനി നമ്മൾ ചെറിയുള്ളിയൊക്കെ വഴറ്റുമ്പം അതിലേക്ക് ചേർക്കും. ഇനി ഇത് നന്നായിട്ട് തിളക്കട്ടെ. നന്നായിട്ട് തിളച്ച് കേട്ടോ. അപ്പോഴത്തേനും നമ്മുടെ ഈ ബീഫിനെ എടുത്ത് ഇതിനകത്തോട്ടിടാം. 1 കിലോ ബീഫാണേ. കുറച്ച് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചെറിയ പാൻ എടുത്ത്. നിങ്ങൾക്ക് കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പാത്രം, ഉരുളി എന്തെങ്കിലും എടുക്കണം കേട്ടോ. നന്നായിട്ട് മസാല അതിനകത്തൊന്ന് പിടിക്കട്ടെ. ഈ മസാല ഇങ്ങനെ അങ്ങോട്ട് പിടിച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ, നമുക്കിതിനെ എടുത്ത് ഒന്ന് റെസ്റ്റിന് വെക്കണം. 1/2 മണിക്കൂർ എങ്കിലും ഇത് ഇവിടെ ഇരിക്കണം. അതിന് ശേഷം വേണം കുക്കറിലിട്ട് വേവിക്കാൻ. അപ്പോൾ ഈ ബീഫിനകത്ത് ഈ മസാലയൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റുള്ള ഒരു ബീഫ് ഫ്രൈ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കണ്ടോ, അതവിടെ ഒന്ന് റെസ്റ്റിനിരിക്കട്ടെ. സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കണേ. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കുക്കറിലേക്ക് മാറ്റാം. നമുക്കൊന്ന് വേവിച്ചെടുക്കണം. സ്റ്റൗ ഒക്കെ ഓൺ ചെയ്ത് ഒരു 4-5 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാവേ. കുക്കറൊക്കെ അങ്ങ് അടച്ചു. നമ്മുടെ ബീഫ് ഇവിടെ ഇരുന്ന് വേകട്ടെ. ആ സമയത്ത് നമ്മളൊരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ഇച്ചിരി പരിപാടിയുണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ ചട്ടി ഒന്ന് ചൂടാവട്ടെ. ചട്ടിയൊക്കെ ചൂടായി, വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാവേ. ബീഫ് വേകുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ മസാല ഉണ്ടാക്കിയാലില്ലേ, നമ്മുടെ പരിപാടി വേഗം കഴിയുമല്ലോ. അതിലേക്ക് നമ്മൾ ഒരു മുറി തേങ്ങയുടെ കൊത്താണ്, അതൊന്നിട്ട് കൊടുക്കാം. നമ്മുടെ തേങ്ങയൊക്കെ നല്ലപോലെ ചുമന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചെറിയുള്ളി ഇട്ട് കൊടുക്കുവാണേ. ഒരു പിടുത്തം ചെറിയുള്ളി, അതുപോലെ തന്നെ ഒരു പിടുത്തം സവോള. അതായത് ഇതൊരു 2 സവോളയും അതൊരു 150 ഗ്രാം ചെറിയുള്ളിയും കാണുമേ.
കുറച്ച് കറിവേപ്പില. ഇത് നന്നായിട്ടൊന്ന് വഴന്നോട്ടെ. വഴന്നുക എന്ന് പറഞ്ഞാൽ നല്ല പോലെ വഴരണം കേട്ടോ. അപ്പം നമ്മുടെ 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള ബീഫ് ഫ്രൈ വേറൊരു ടേസ്റ്റ്. അത് എല്ലാവരും ഉണ്ടാക്കി നിങ്ങളുടെ രുചി നിങ്ങൾ അറിഞ്ഞതാണല്ലോ. ഇത് വേറൊരു ടേസ്റ്റ്. അപ്പോൾ ഇതും നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നന്നായിട്ട് വഴന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അതിനകത്തോട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ചേർത്തതാ, എന്നാലും കുറച്ച്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് എന്നാണെന്നറിയോ? കുരുമുളക് പൊടി മാത്രമേ ചേർക്കുകയുള്ളൂ. ഇനി ബാക്കിയൊക്കെ ഇതിനകത്തുണ്ട്. ഇനി കുരുമുളക് പൊടി മാത്രം, കുറച്ച് കുരുമുളക് പൊടി. ബാക്കി നമുക്ക് ബീഫ് ഇട്ട് കഴിഞ്ഞിട്ടിടാവേ. നമ്മുടെ ബീഫൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. കുക്കറൊക്കെ ഒന്ന് തുറന്നു. ഇനിയും ഇതാ നല്ലപോലെ ഫ്രൈ ആയി വരാറായ സവാളക്കകത്തോട്ടാണ് നമ്മളിതിനെ ഇടുന്നത് കേട്ടോ. ഇതാ ഇനി ഇവിടെ ഇതിനകത്ത് കിടന്നിട്ട് ഒന്ന് നല്ല പോലെ വെള്ളമൊക്കെ വറ്റി വരണ്ട് വരട്ടെ. കുറച്ച് ഉപ്പും കൂടെ വേണം. ബീഫ് ഫ്രൈ അങ്ങനെ ഇതാ കളറൊക്കെ മാറി കറുത്ത് വരുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ, ഓരോ സ്റ്റേജ് അനുസരിച്ച് നമ്മൾ കുരുമുളക് പൊടി ഇട്ടുകൊണ്ടിരിക്കുന്നത്. എരിവ് നോക്കിയിട്ട് നിങ്ങൾ ഇടണം കേട്ടോ. ഇവിടെ ഇച്ചിരി നല്ല കുരുമുളകൊക്കെ വേണം. അതിൻ്റെ കൂട്ടത്തിൽ ഇതാ ലാസ്റ്റായിട്ട് ഒരു ഇച്ചിരി ഗരം മസാല മതി. ഇനി വേറെ ഒന്നും ചേർക്കാൻ വേണ്ട. ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ബീഫ് ഫ്രൈ റെഡിയാണ്. ഇത് നെയ്യുള്ള ബീഫാണല്ലോ നല്ലത് കേട്ടോ. ഇതിനി ഇങ്ങനെ കറുത്ത് കറുത്ത് വന്നുകൊണ്ടിരിക്കും. നമ്മുടെ ബീഫ് ഫ്രൈ അങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇങ്ങനെ ഇരുന്ന് കറുത്തുകൊണ്ടിരിക്കും. അപ്പം ഓരോ സ്റ്റേജിൽ, ഈ സ്റ്റേജ് മുതലേ കഴിച്ചു തുടങ്ങാം. അപ്പം ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ അടിപൊളി ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഇതുപോലെയാണോ നിങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് പറയണം കേട്ടോ. ഇല്ല എങ്കിൽ ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കിയോ. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഓരോന്നോരോന്ന് ഇങ്ങനെ പെറുക്കി തിന്നാം. മോര് കാച്ചിയതും ഒരു തോരനും കൂടെ ഉണ്ടെങ്കിൽ ബീഫ് ഫ്രൈയും കൂടെ കൂട്ടി ചോറുണ്ടാൻ അടിപൊളിയാണ്. എല്ലാവരും അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.